വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഒരു പിസ്സ തയ്യാറാക്കിയാലോ? അതോ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മുടെ സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് അത് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പാത്രമില്ലേ, അതിനകത്ത് നമുക്കൊരു പിസ്സ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മൈദാപ്പൊടി, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് ഇവിടെ പറയും, പിന്നെ അല്ലെങ്കിൽ മൈദ എന്ന് നാട്ടിൽ പറയും. അത് 1 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു വലിയ പിസ്സ ഉണ്ടാക്കാൻ പറ്റിയൊരു അളവ് പറഞ്ഞ് 1 കപ്പ് മൈദാപ്പൊടിയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യം ഈസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈ ടൈപ്പ് ഈസ്റ്റാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ പൊടിക്കകത്തേക്ക് ചേർക്കാം. അതല്ല ആക്ടിവേറ്റ് ഈസ്റ്റ്, അത് വലിയ റൗണ്ട് ഷേപ്പിലുള്ള ഈസ്റ്റ്, നമ്മുടെ നാട്ടിലൊക്കെ സാധനം കിട്ടുന്ന ആക്ടിവേറ്റ് ഈസ്റ്റാണ്. അതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം അലിയിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയ്ക്ക് ഞാൻ 3/4 ടീസ്പൂണ് ഈസ്റ്റാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് 1/2 ടീസ്പൂൺ, ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 1/4 ടീസ്പൂൺ, അങ്ങനെ ടോട്ടൽ 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പിഞ്ച് ഉപ്പൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കൈ വെച്ച് തന്നെ ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മറ്റേ ആക്ടിവേറ്റഡ് ഈസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് പൊടിയുമായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കത്തില്ലേ, അതേപോലെ നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി വെള്ളം നിങ്ങൾ ആദ്യം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ എങ്ങനെയാണ് ചപ്പാത്തിക്ക് കുഴക്കുന്നത് അതേപോലെ വേണം നമ്മൾ പിസ്സയ്ക്കും കുഴയ്ക്കാൻ വേണ്ടി. അങ്ങനെ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒത്തിരി വെള്ളമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് ഇതുപോലെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഒലിവ് ഓയിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫുൾ വേണ്ട, 1/4 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അതോടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ഒട്ടും തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ശരിക്കും നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ഒരു കുറച്ചുകൂടെ ഒന്ന് ഓയിൽ അതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ള ഓയിലിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ജസ്റ്റ് നമുക്കതൊന്ന് ശരിക്കും ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ, ആ പാത്രത്തിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. കണ്ടില്ലേ, നന്നായിട്ട് പറ്റുന്നുണ്ട്. നമുക്കിതുപോലെ മാവ് എടുത്തിട്ട് കണ്ടില്ലേ, അകത്തോട്ട് ഇതേപോലെ നമുക്കൊന്ന് മടക്കി, അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തിയല്ല പൊറോട്ടയ്ക്കൊക്കെ കുഴക്കത്തില്ലേ, അതേപോലെ അകത്തോട്ട് നമുക്ക് ഇതുപോലെ ടക്ക് ചെയ്ത് എടുത്ത് വയ്ക്കാം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് നമ്മളിങ്ങനെ കൈയുടെ ഈ പുറകുഭാഗം വെച്ച് നന്നായിട്ട് ഇടിച്ചിടിച്ച് നമ്മൾ കുഴക്കത്തില്ല, അങ്ങനെ നമ്മളൊരു 5 മിനിറ്റ് കണ്ടിന്യൂസ് കുഴച്ചാലും മതി. നല്ല സോഫ്റ്റായിട്ടുള്ള നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മുടെ കയ്യിലൊന്നും അധികം ഒട്ടിപ്പിടിക്കുന്നില്ല. ആദ്യത്തെ എൻ്റെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിരുന്നു കയ്യിലുള്ള കാണുന്നത്. ഇപ്പോൾ എണ്ണ തേക്കുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും, നല്ല വൃത്തിയായിട്ട് നമ്മുടെ മാവ് കിട്ടുകയും ചെയ്യും. ഇതാണ് നമ്മുടെ പിസ്സയ്ക്കുള്ള മാവിൻ്റെ ആ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ആ പാത്രത്തിലേക്ക് വെച്ച് ഒരു പാത്രം വെച്ച് നമുക്ക് അടച്ചു വയ്ക്കാം. നിങ്ങളുടെ കയ്യിൽ ക്ലിംഗ് റാപ്പ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതെന്നുണ്ടെങ്കിൽ അതില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾ സാധാരണ ഒരു പാത്രം വെച്ച്, ഒരു അടപ്പ് പാത്രം വെച്ച് മുകളിലേക്ക് അടച്ചു വെച്ചാൽ മതി. ഈ ക്ലിംഗ് റാപ്പ് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരാണ്. ഇതുപോലത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ക്ലിംഗ് റാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മിക്കവാറും എല്ലാ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് ജസ്റ്റ് ഇതുപോലെ നടിച്ചു, അപ്പോൾ നമുക്ക് കാണാമല്ലോ അത് ശരിക്കും പൊങ്ങി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കേണ്ടി വരത്തില്ലല്ലോ, അതുകൊണ്ടാണ് കൂടുതലും ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത്. പിന്നെ ഒട്ടും തന്നെ കാറ്റകത്തോട്ട് കയറുകയില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അടപ്പ് പാത്രം വെച്ച് അടച്ചു വെച്ചാലും മതിയായിരിക്കും. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ നേരെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ തന്നെ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട്, അതായത് ഈ മാവിൻ്റെ ഡബിളായിട്ട് അത് പൊങ്ങി വരും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ബോളല്ലേ, ഇപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല ഡബിളായിട്ട് ഇത് പൊങ്ങി വരും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് തേക്കാൻ വേണ്ടി ഒരു സോസ് തയ്യാറാക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്സയുടെ സോസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം പിസ്സ സോസ് ഇല്ലാത്തവർ, നമ്മൾ സാധാരണ എല്ലാവരുടെയും വീട്ടിൽ പിസ്സ സോസ് കാണില്ല, അങ്ങനെ ഉള്ളവരാണെങ്കിൽ
സാധാരണ നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, കെച്ചപ്പ് എടുക്കുക. കെച്ചപ്പിനകത്തേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഒക്കെ നമ്മുടെ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും, നമ്മുടെ ലുലുവിലൊക്കെ കിട്ടും ഒറിഗാനോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വേണ്ട, ഒരു 1/2 ടീസ്പൂൺ മതി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര, ഇത്രയും കൂടെ നന്നായിട്ട് ഇളക്കി നമുക്ക് സോസായിട്ട് ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസ്സ സോസ് വേണമെങ്കിലും ഇതിനകത്ത് മെയിനായിട്ട് പിസ്സ സോസാണ് ചേർക്കേണ്ടത്. പിസ്സ സോസ് ഇല്ലാത്ത സ്ഥിതിക്കാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പം നമ്മുടെ ടൊമാറ്റോയുടെ കെച്ചപ്പ്, ഒറിഗാനിയോ ബേസിൽ ലീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് അത് പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഉണ്ടാക്കി വെച്ചതിനേക്കാളും ഇരട്ടിയായിട്ടത് കണ്ടില്ലേ പൊന്തി വന്നേക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ മാവ് ഇരട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആദ്യം കുഞ്ഞൊരു ബോളായിരുന്നല്ലോ വെച്ചിരുന്നത്. കണ്ടില്ലേ, മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ച് ജസ്റ്റ് ഈ മാവ് ഒന്നുകൂടെ കുഴച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ആ പൊങ്ങി വന്നത് ജസ്റ്റ് ഒന്ന് താന്നു പോയിട്ടുണ്ട്. നല്ല മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പിസ്സ ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ സാധാരണ ഒരു സോസ് പാനകത്താണ് നമ്മൾ ഈ പിസ്സ തയ്യാറാക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഒരു പരന്ന നമ്മൾ ഈ തോരനൊക്കെ വയ്ക്കുന്ന ടൈപ്പിലെ പാനുണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ ബ്രഷ് ഇല്ലെങ്കിൽ സാരമില്ല, നല്ല കൈ വെച്ച് തന്നെ അങ്ങ് തേച്ച് കൊടുത്താൽ മതി. എല്ലായിടത്തും നല്ല ഈവനായിട്ടൊന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്യുക. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ടൊന്നും ഒട്ടും തന്നെ അടുക്കി പിടിക്കത്തില്ല. എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കയ്യിൽ ഇച്ചിരി ഓയിൽ പുരട്ടിയിട്ട് നമ്മുടെ മാവുണ്ടല്ലോ, നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ പിസ്സയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി മാവ് മാത്രമേ ഞാൻ അതിനകത്തേക്ക് എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് അതല്ല ഫുള്ളായിട്ട് വേണമെങ്കിൽ ഈ മാവ് ഫുള്ളായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്തേക്ക് വെച്ചിട്ട് ഇച്ചിരി നല്ല കട്ടിയായിട്ട് നമുക്ക് പിസ്സ തയ്യാറാക്കാം. ഞാനിപ്പോൾ 2ആയിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹാഫ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കത് കൈ വെച്ച് ഇതേപോലെ നമുക്ക് പാത്രത്തിലോട്ട് തന്നെ അങ്ങ് പരത്തി കൊടുക്കാം. കണ്ടില്ലേ, ശരിക്കും റൗണ്ടിൽ നമുക്ക് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഞാൻ മാവിൻ്റെ പകുതി എടുത്തുകൊണ്ടാണ് ഇത്രയും ചെറിയ പിസ്സ ആയത്. നിങ്ങൾക്ക് വലിയ പിസ്സ വേണമെങ്കിൽ അതനുസരിച്ച് ഫുള്ളായിട്ട് അങ്ങ് നമുക്ക് ഇതിനകത്തേക്ക് നിരത്തി ഇങ്ങനെ പരത്തി എടുക്കാം. എന്നിട്ട് ഏറ്റവും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അത് നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പൊക്കി വയ്ക്കാം. കണ്ടല്ലേ, ഇതേപോലെ ചുറ്റിനും ഇങ്ങനെ പൊക്കി ഇങ്ങനെ വെക്കണം. അതിൻ്റെ ബാക്കി ഭാഗത്ത് നമ്മൾ ആ സോസ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫോർക്ക് വെച്ചോ, നിങ്ങളുടെ ഫോർക്കിലെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും മതി. ജസ്റ്റ് ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. എല്ലായിടത്തും ഇതുപോലെ ഹോൾ. അത് നമ്മൾ പൊക്കി വെച്ച ആ സൈഡ് വേണ്ട, ചുറ്റിനും അല്ലാതെ ബാക്കിയുള്ള പാട്ട് മുഴുവനും നമുക്ക് ഇതേപോലെ നമുക്ക് ജസ്റ്റ് ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ പിസ്സ സോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒറിഗാനോയും ബേസിൽ ലീവ്സും ഒന്നുമില്ല, നിങ്ങളുടെ കെച്ചപ്പ് മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കെച്ചപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആവുന്നേ ഉള്ളൂ. അതെന്ന് വെച്ചാലും നല്ല രുചിയുള്ള പിസ്സ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒറിഗാനോ ലീഫോ ബേസിൽ ലീവ്സോ ഒന്നുമില്ലെങ്കിൽ അതുകൊണ്ട് വിഷമിക്കേണ്ട. കെച്ചപ്പ് മാത്രമല്ല, കെച്ചപ്പിൻ്റെ ഇതുപോലെ ഒരു സ്പൂണിനകത്ത് ഇച്ചിരി ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഏറ്റവും ബെസ്റ്റ് പിസ്സ സോസാണ്. അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ എൻ്റെ ഇരിക്കുന്നത് കുറച്ച് സോസേജാണ്, ചിക്കൻ്റെ സോസേജാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് ഇതുപോലെ ഫുള്ള് നിരത്തി കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് പിസ്സയാണ് ഉണ്ടാക്കേണ്ടത്, ചിക്കൻ പിസ്സ വേണമെങ്കിൽ ചിക്കൻ്റെ പീസസ് വയ്ക്കാം, അതല്ല നിങ്ങൾക്ക് മഷ്റൂം വെക്കണമെങ്കിൽ മഷ്റൂം വയ്ക്കാം, വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും വയ്ക്കാം. അതിനകത്തേക്ക് നമുക്ക് തക്കാളി വയ്ക്കാം, ഒണിയൻസ് വയ്ക്കാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം, ജലപ്പനോ ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒലിവ് ഉണ്ടല്ലോ, ഒലിവ്സ് വയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് അവൈലബിൾ അതൊക്കെ വയ്ക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, എൻ്റെ ആകെ ചിക്കൻ്റെ സോസേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ചിക്കൻ സോസേജ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇനി ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ലയുടെ ചീസും ഇട്ട് കൊടുക്കുന്നത്. ചീസ് എന്തായാലും നിർബന്ധമുണ്ട്. എന്തൊക്കെ വെച്ചാലും, എന്തൊക്കെയാണ് നമ്മൾ വെജിറ്റബിൾസ് മാത്രമാണ് വെക്കുന്നതെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് ഈ ചീസ് എടുക്കണം. നിങ്ങളുടെ കട്ടിയുള്ള ഇങ്ങനെ ക്യൂബായിട്ടുള്ള ചീസാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷ്രെഡ് ചെയ്ത് ഇതേ പീസാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ അതുപോലെ ചീസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പിസ്സയുടെ മുകളിലേക്ക് വെക്കുന്ന നിങ്ങളുടെ ഇഷ്ടം പോലെ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് അവൈലബിൾ അതൊക്കെ വെക്കാം. അത് നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചിക്കൻ സോസേജിൻ്റെ പിസ്സ ഉണ്ടാക്കുന്നത്. ഇത് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ചിക്കൻ്റെ ആ സോസേജ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം നന്നായിട്ട് മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കാം. സോ നമ്മൾ ചീസ് വയ്ക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ വെക്കുകയാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പിസ്സയ്ക്ക്. അപ്പോൾ നമുക്ക് ശരിക്കും അതുപോലെ ചീസ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഒറിഗാനോ അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒറിഗാനോ ബേസിൽ ലീവ്സ് എന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഓൾറെഡി അതിൻ്റെ അറ്റഭാഗം ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ടല്ലേ, അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നമ്മുടെ സ്റ്റൗവിൻ്റെ ടോപ്പിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടച്ചു വെക്കാൻ വേണ്ടി നല്ല ഇതുപോലത്തെ ഒരു അടപ്പ് പാത്രം നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു പഴയ പാത്രം, ഞാൻ എൻ്റെ വീഡിയോക്കെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ദം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വെച്ചാണ് ദം ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊരു പഴയ പാത്രമാണ്. അത് ഞാൻ നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് കല്ല്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പാത്രം വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു ബേക്കിങ്ങിൻ്റെ രീതി തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴും. അപ്പോൾ നമ്മുടെ ചൂടെന്ന് പറയുന്നത് വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് വയ്ക്കാൻ വേണ്ടി. ലോ ഫ്ലെയിമിലിട്ട് ഉള്ളി 10 മിനിറ്റ് നേരം മാത്രം നിങ്ങൾ കുക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങളുടെ പിസ്സ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഞാൻ പിസ്സ എടുത്തിട്ട് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് മുറിക്കാനെല്ലാം പറ്റുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പിസ്സ. നമുക്കൊരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ട് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമ്മുടെ പിസ്സ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ഇടുമ്പോഴായിരിക്കും കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ എൻ്റെ കയ്യിൽ സോസേജും ചീസും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരു ലുക്കില്ലാത്ത, പക്ഷേ ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഗ്യാരണ്ടി തരുന്ന ആ കാര്യത്തിൽ. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും പറയണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സൈഡിലുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പിയിലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.